നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു പകുതി പൊറോട്ട എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ആദ്യം തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുണ്ടാക്കാൻ ഒരു 5 മിനിറ്റിൻ്റെ സമയമേ വേണ്ടൂ. എണ്ണ ചൂടാവണ സമയം കൊണ്ട് നമുക്കിതിങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചാൽ മതി. എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള പൊറോട്ടയുടെ കഷ്ണങ്ങൾ നമുക്ക് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതേപോലെ പൊറോട്ട കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ പൊറോട്ട ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ പച്ചക്കപ്പ ഇതേപോലെ സ്ലൈസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുന്ന ടേസ്റ്റാണ് ഇതിന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി പൊറോട്ടയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. ഈ പൊറോട്ട കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തത് ഇതേപോലെ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ വെതറി കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ ഇടേണ്ട ആവശ്യമില്ല. പൊറോട്ടയിൽ ഉപ്പുള്ളതാണല്ലോ. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ചാട്ട് മസാലയും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മുളക് പൊടിയും ചാട്ട് മസാലയൊക്കെ എല്ലായിടത്തും ആയി കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു നുള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അതാ 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോളൂ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.